ഹലോ നമസ്കാരം, ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മാസ് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് ന്യൂസ് മലയാളം പൊളിറ്റിക്കൽ മാസ് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ശനിയാഴ്ച കേരളത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു നഗരസഭയിലാണ്. ഒരുപാട് കാര്യം കൊണ്ട് തൃക്കാക്കര നഗരസഭയെ കേരളത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയാവുന്നതാണ്. ചരിത്രം മുതൽ ഇന്ന് ആനുകാലിക സംഭവ വികാസങ്ങൾക്ക് ഒന്നാകെ കേരളത്തിന്റെ വിവിധ വിഷയങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകളുടെയും മറ്റ് വികസന പുരോഗതികളുടെയും ഉൾപ്പെടെ ചർച്ചാവേദിയായി തൃക്കാക്കര നഗരസഭ നിൽക്കുമ്പോൾ തൃക്കാക്കര നഗരസഭയിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് ജനങ്ങൾ ചിന്തിക്കും, ഒപ്പം കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ ചിത്രം എന്താകുമെന്ന് ന്യൂസ് മലയാളം വിശദമായി പരിശോധിക്കുകയാണ്. തൃക്കാക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാരും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അതിഥികളെ പരിചയപ്പെടുത്താം. CPIM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ ബേസിൽ പാറേക്കുടി, BJP-യിൽ നിന്ന് ശ്രീ NC അജയൻ എന്നിവരാണ് ചർച്ചയുടെ ഭാഗമായി നമുക്കൊപ്പം ചേരുന്നത്. ഒപ്പം തൃക്കാക്കരയിലെ വോട്ടർമാർ ചോദ്യവും പറച്ചിലുമായി നമുക്കൊപ്പം ചേരും. ആദ്യം അഡ്വക്കേറ്റ് KS അരുൺകുമാറിലേക്കാണ്. ശ്രീ അരുൺകുമാർ, ഇനി 2 ദിവസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. കേരളം ഒന്നാകെ ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ്. കൃത്യമായ ഒരു രാഷ്ട്രീയ ധാരണ ഒരു പക്ഷേ ജനങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ടാകും. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ കൊട്ടിക്കലാശത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പ്രാദേശിക വിഷയങ്ങളാണോ സംസ്ഥാന രാഷ്ട്രീയമാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ ചർച്ചയാവുക? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ ഗവൺമെൻറ്റുകളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയവും ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും എല്ലാമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പരിശോധിക്കപ്പെടുക. 3 തരത്തിലുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവമാക്കിയത്. ഒന്ന്, പശ്ചാത്തല വികസന രംഗത്ത് നടത്തിയ വിപ്ലവകരമായ മാറ്റം. 2, സാമൂഹ്യ സുരക്ഷാ രംഗത്ത് നടത്തിയ ഏറ്റവും മാതൃകാപരമായ നടപടികൾ. അതോടൊപ്പം തന്നെ വൻകിട വികസന പ്രവർത്തനങ്ങൾ വരെ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചത് വരെ സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചത് കൃത്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. ഈ 3 കാര്യങ്ങളും വളരെ നന്നായി തന്നെ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് റാലികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലടക്കം കുടുംബയോഗങ്ങളിലും വീടാന്തര കയറിയുള്ള ക്യാമ്പയിനുകളിലും എല്ലാം ഞങ്ങളത് പൂർത്തീകരിച്ചു. പശ്ചാത്തല വികസന രംഗത്ത് റോഡ്, ദേശീയപാത ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് വയൽക്കിളികളുടെ സമരം, കീടാറ്റൂർ സമരം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച് സമരം, റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ച സമരം 2011 മുതൽ 16 വരെ UDF-ന്റെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം. ഇപ്പോൾ ദേശീയപാത എല്ലാ സ്ട്രക്ചറും പണി പുരോഗമിക്കുന്നു. വരുന്ന മാർച്ചോടുകൂടി ഭൂരിഭാഗം സ്ട്രക്ചറും പണി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും ദേശീയപാതയുടെ പണം കേന്ദ്ര ഗവൺമെൻറ്റും ദേശീയപാത അതോറിറ്റിയും ചെലവഴിക്കുമ്പോൾ നമ്മൾ മാത്രം 5580 കോടി രൂപ അന്ന് ഖജനാവിൽ നിന്ന് എടുത്ത് ഭൂമി ഏറ്റെടുത്തു. ഇപ്പോൾ 6300 കോടി രൂപ അതിന് മുടക്കി. അതുപോലെ തന്നെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ. KS അരുൺകുമാർ, അങ്ങ് ദേശീയപാതയുടെ കാര്യം ആദ്യമേ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടെ തകർന്നു പോയിട്ടുള്ളൂ കൊല്ലത്തെ ദേശീയപാത. ഊരിയാട് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിനെ പഴിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് എടുക്കൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണം വരുമെന്നതുകൊണ്ട് തന്നെയാണല്ലോ 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും നയാ പൈസ അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ 6300 കോടി രൂപ ചെലവഴിച്ച സംസ്ഥാന ഗവൺമെൻറ്. ദേശീയപാത അതോറിറ്റി പണി സ്ട്രക്ചർ കൊടുത്തതെല്ലാം ദേശീയപാത അതോറിറ്റി തന്നെയാണ്. അവിടെ പണി തകർന്നത് പരിശോധിക്കേണ്ടതാണ്. ഞാൻ സൂചിപ്പിച്ചത് തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലമെട്രോ, AA ക്യാമറ, K-ഫോൺ, ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ, 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയത്, മൾട്ടിനാഷണൽ ഹോട്ടലുകളെ വരെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ, നിരവധി മേൽപ്പാലങ്ങൾ, ബൈപ്പാസുകൾ, അങ്ങനെ പശ്ചാത്തല വികസന രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ രംഗം. ഞങ്ങൾ വരുമ്പോൾ 600 രൂപയായിരുന്നു പെൻഷൻ, 18 മാസത്തെ കുടിശ്ശിക. ആ കുടിശ്ശിക കൊടുത്തു തീർത്തു. 600 1000 രൂപയാക്കി, 1600 രൂപയാക്കി, ഇപ്പോൾ 2000 രൂപയാക്കി മാറ്റി. 64 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 34 ലക്ഷം വീട്ടമ്മമാർക്ക് പെൻഷൻ, 5 ലക്ഷം യുവജനങ്ങൾക്ക് പെൻഷൻ. ആകെ ജനസംഖ്യ 3.5 കോടി. അതിൽ 18 വയസ്സിന് മുകളിലുള്ളത് 2.25 കോടി. അതിൽ 1,05,00,000 പേർക്ക് വിവിധ തരത്തിലുള്ള പെൻഷൻ, ശ്രദ്ധ, കരുതൽ ഈ ഗവൺമെൻറ് ഉറപ്പുവരുത്തുകയാണ്. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ. കല്ലിട്ടാൽ കപ്പൽ ഓടില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് മറുപടിയുണ്ട്. 3 മദർഷിപ്പുകൾ വരുന്ന ഏറ്റവും വലിയ 3 തുറമുഖങ്ങളിൽ ഒന്നായി നമ്മുടെ വിഴിഞ്ഞം മാറി. വിഴിഞ്ഞമടക്കം, അതുപോലെ കൊച്ചി മെട്രോയുടെ എക്സ്റ്റൻഷൻ അടക്കം, അതുപോലെ വൻകിട വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക. ഇപ്പോൾ തിരുവനന്തപുരം മെട്രോ അടക്കം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ 1 പശ്ചാത്തല വികസന രംഗം, 2 സാമൂഹ്യ സുരക്ഷാ രംഗം, 3 വൻകിട വികസന പ്രവർത്തനങ്ങൾ. ഇവ ജനങ്ങളുടെ സമഗ്രമായിട്ടുള്ള പരിശോധനയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങൾ അത് പരിശോധിക്കും, വിധി എഴുതും. ആധികാരികമായിട്ടുള്ള വിജയം ഞങ്ങൾക്ക് കിട്ടും, തീർച്ച.
ശ്രീ ബേസിൽ പാറേക്കുടി, ഇപ്പോൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങളാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടുള്ളത്, അതിലൂടെ പ്രാദേശിക സർക്കാരിലേക്ക് സഹായം എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ തൃക്കാക്കര നഗരസഭ ഭരിക്കുന്നത് നിങ്ങളാണല്ലോ, കോൺഗ്രസ് ആണല്ലോ, UDF ആണല്ലോ. നിങ്ങൾക്ക് കാശ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ പറയുന്ന പോയിന്റ് ബൈ പോയിന്റ് പറയുന്ന വികസനത്തെ എങ്ങനെ ഗണ്ണിക്കാനാകും? ജനങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല ഇത്ര കാര്യം ചെയ്തില്ലേ എന്ന്. ആദ്യമേ എൻ്റെ പ്രിയ സുഹൃത്ത് അരുൺകുമാർ പറഞ്ഞു പശ്ചാത്തല വികസനം, സാമൂഹിക വികസനം, അതുപോലെ തന്നെ വൻകിട വികസനം, ഇത് മൂന്നും വളരെ നന്നായി ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്കറിയാം വെള്ളക്കരം അല്ലെങ്കിൽ വീടിൻ്റെ കരം, അതോടൊപ്പം തന്നെ പെട്രോൾ സെസ്, അതായത് 2 രൂപ സെസ് കൂട്ടിയിട്ട് എന്ത് ചെയ്തു, 400 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. 14.5 കോടി രൂപയുടെ പരസ്യം ചെയ്തിട്ടാണ് ഈ 400 രൂപ പെൻഷൻ കൂട്ടിയത്. 14.5 കോടി രൂപ പരസ്യത്തിന് വേണ്ടി മാത്രം സർക്കാർ ചെലവഴിച്ച തുക 14.5 കോടി രൂപ. ചക്കിട്ടപ്പാറയിലെ ജോസഫിൻ്റെ ആത്മഹത്യ നമ്മൾ മറക്കരുത്. പെൻഷൻ 6 മാസം കിട്ടാതായപ്പോൾ ജോസഫ് ആത്മഹത്യ ചെയ്തത് നമ്മൾ മറക്കരുത്. 2, നിങ്ങളുടെ മന്ത്രി തോമസ് ഐസക് തന്നെ പറഞ്ഞു, ഈ പറയുന്ന UDF സർക്കാർ പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ 3 മാസത്തെ പെൻഷൻ മാത്രമാണ് കുടിശ്ശികയുള്ളൂ എന്ന് തോമസ് ഐസക് തന്നെ സഭയിൽ പറഞ്ഞതാണ്. അതിദരിദ്രരില്ല എന്ന പരിപാടി നടത്തുവാൻ വേണ്ടി മാത്രം 1.5 കോടി രൂപ ഈ സർക്കാർ ചെലവഴിച്ചു. സാധാരണക്കാരായ ജനം ഇത് കാണുന്നില്ലെന്ന് വിചാരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് നമ്മൾ കണ്ട 3 നില കെട്ടിടം മറിഞ്ഞ് വീണ ഒരാൾ മരിച്ചത് നമ്മൾ കണ്ടതാ. അപ്പോൾ അതുപോലെ തന്നെ കാലാവധി കഴിഞ്ഞ 1650 പരം കോടി രൂപയുടെ മരുന്ന് സാധാരണക്കാരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കഴിപ്പിച്ച സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചർച്ച ചെയ്യും. ഈ വയനാട്ടിലെ 5 വയസ്സുകാരി പാമ്പ് കടിയേറ്റ് മരിച്ചത് നമ്മൾ കണ്ടതാണ്. സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആക്കി എന്നൊക്കെ പറഞ്ഞു. ഈ സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആക്കിയിരുന്നെങ്കിൽ, ഒരു തരി സിമെൻ്റ് ഇട്ട് ആ ഓട്ടയടച്ചിരുന്നുവെങ്കിൽ ആ 5 വയസ്സുകാരി അവിടെ മരിക്കില്ലായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് മൈക്കിൻ്റെ ഹോളിങ് നിർത്താൻ പോലും, അതായത് മൈക്കൊന്ന് ഹോൾ ചെയ്താൽ പോലും സാധാരണക്കാരന് സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിൽ ഒരു സെൽഫി എടുക്കാൻ ഒരു കുട്ടി അടുത്ത് ചെന്നാൽ കൈതട്ടി മാറ്റുന്ന സർക്കാരുള്ള ഈ കാലത്ത്, അതായത് ഒരു അമ്മ അടുത്ത് ചെന്നൊരു പരാതി പറയാൻ ചെന്നാൽ ആ അമ്മയെപ്പോലും തട്ടി മാറ്റുന്ന ഇടത്ത് ഇവിടെ സ്ഥിരമായി, അതായത് ഇടതുപക്ഷ സർക്കാർ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്, ഒരു ഏകാധിപത്യ ശൈലിയിലൂടെ ഹിറ്റ്ലറും മുസോളിനിയും കഴിഞ്ഞ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഏകാധിപതിയായി പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള ഒരു ജനവിധിയായി ഈ ജനവിധി മാറുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ശരി, അങ്ങേക്ക് മറുപടി തരാൻ അവസരം തരാം. അതിനു മുൻപ് BJP പ്രതിനിധിയിലേക്ക് ശ്രീ NC അജയൻ, ഇപ്പോൾ 2 ആളുകളും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. BJP എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? നിങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പൊതുവിൽ വാർത്തകൾ പുറത്തു വരുന്നു. തിരുവനന്തപുരത്തെ ആത്മഹത്യകൾ വാർത്തയായിരുന്നു. നിങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ കലാപം എന്ന രീതിയിൽ ഉൾപ്പെടെ പ്രചരണം എതിർഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. BJP എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പൊതുവിൽ? ആദ്യം തന്നെ നിങ്ങളീ പറഞ്ഞ ആരോപണങ്ങളൊക്കെ അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പറയാവുന്ന ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ പറയുന്നത് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഇവരിവിടെ നിരത്തിയ ആ വാദമുഖങ്ങൾ കണ്ടാൽ ഏതാണ്ട് കേരള ജനത മുഴുവൻ ഈ മുന്നണികളെ അങ്ങ് അംഗീകരിച്ചു എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ നമുക്കറിയാം, യാഥാർത്ഥ്യം നമുക്കറിയാം. ഇന്ന് കേരളത്തിൻ്റെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രാദേശിക വിഷയങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഒക്കെ വരും. പക്ഷേ പ്രാദേശിക സംവിധാനത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന യാത്രാക്ലേശങ്ങൾ, കുടിവെള്ളത്തിന് തൃക്കാക്കരയിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ആദ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. കുടിവെള്ളത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുന്ന ജനങ്ങൾ ഇന്നുണ്ട് തൃക്കാക്കരയിൽ. ജൽജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും 24x7 എന്നുള്ള രൂപത്തിൽ 24 മണിക്കൂറും 7 ദിവസവും വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി നടപ്പാക്കുമ്പോൾ അത് പ്രാദേശിക ഗവൺമെൻറ് നടപ്പിലാക്കാനായിട്ട് പ്രാദേശിക തലത്തിൽ തയ്യാറാകുന്നില്ല. നിരവധി പദ്ധതികളാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് നരേന്ദ്രമോദിയാണ് കൊടുക്കുന്നത് എന്ന് അറിയപ്പെടും, അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് പോകും എന്നുള്ളത് കൊണ്ട് ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. നമുക്കറിയാം ഇന്ന് ആരോഗ്യരംഗത്ത് എത്രമാത്രം പിന്നിലാണ് തൃക്കാക്കര. അതേപോലെ തന്നെ എറണാകുളമാണെങ്കിലും കേരളമാണെങ്കിലും ഒക്കെ നമ്പർ 1 എന്ന് പറയുമ്പോൾ കൊല്ലത്ത് നമ്മൾ കണ്ടതല്ലേ, ആരോഗ്യരംഗത്ത് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ചെന്ന് കഴിഞ്ഞിട്ട് അത് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഏതാണ്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ചികിത്സ കിട്ടുന്നത്. നിലത്താണ് കിടത്തിയെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫയർഫോഴ്സിലുള്ള സുഹൃത്തിനോട് വിളിച്ചു പറയുക, ഞാൻ ചിലപ്പം മരണപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളണം, ഇവിടെ കംപ്ലീറ്റ് അഴിമതിയാണ് നടക്കുന്നതെന്നാണ് പറയണേ. ഡോക്ടറെ കാണണമെങ്കിൽ, നേഴ്സിൻ്റെ പരിചരണം കിട്ടണമെങ്കിൽ അഴിമതിയാണ്, ക്യാഷ് കൊടുക്കണം, എൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് വിളിച്ചു പറയുക നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ. ഇന്ന് നമുക്ക് തൃക്കാക്കരയിൽ അതുപോലെ തന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു, ഇന്ന് കിടത്തി ചികിത്സയില്ല.
ആരോഗ്യരംഗത്തിൽ വളരെ പിന്നിലാണ് കേരളം. ഇതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ജനമനസ്സുകളിൽ ഒന്നാമതാണ് എന്ന് പറയുന്ന സമയത്ത് കട്ടിലപ്പടി വരെ ഇളക്കി കൊണ്ടുപോയി. സഖാക്കൾ ഇന്ന് അകത്താണ്. ഇപ്പം അവരുടെ വാല് സഖാവ് എന്ന് പറയുന്നില്ല. ഈ വാസു എന്ന് പറയുന്ന ആളെയൊക്കെ വെറും വാസു വാസു എന്ന് പറയണേ. സഖാവ് വാസു എന്ന് അകത്തായി കഴിയുമ്പോൾ എന്താ പറയാത്തെ? MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ ദേവസ്വം ബോർഡിൽ നിന്ന് മുഴുവൻ കട്ടുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു കൊടുക്കൂ. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഒരു കോൺഗ്രസിൻ്റെ ഭാഗത്താണെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എല്ലാം തെറ്റാണെന്ന് പറഞ്ഞത്. വോട്ടിംഗ് യന്ത്രം തെറ്റാണ്, ഭരണഘടന തെറ്റാണ്. എന്നിട്ട് ഭരണഘടനയുടെ കോപ്പി നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ഇത് മണ്ഡലകാലം നമുക്കറിയാം. ശബരിമലയിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് നിരവധി കൊള്ളകൾ നമ്മൾ കണ്ടു. ശ്രീ NC അജയൻ, വീടുകളിലേക്ക് അങ്ങയുടെ പാർട്ടി ദേശീയ ചോദിക്കും. തലത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിൽ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകളെ ദേശവിരുദ്ധർ, ആന്റി നാഷണൽ എന്ന് മുദ്രകുത്തുന്നു എന്നിവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാപ്പയടിയല്ലേ ഇവിടെയും നടക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന സെൻസിൽ? ദേശവിരുദ്ധം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഭരണം നടത്തുന്ന സമയത്ത്, ഇവർ ജയിക്കുന്ന സമയത്ത് ആ വോട്ടിംഗ് യന്ത്രം ശരിയാ, അവിടെ ഇലക്ഷൻ കമ്മീഷൻ ശരിയാ. ഇവർ പരാജയപ്പെട്ട ബീഹാറിൽ SIR തെറ്റാ, SIR നടപ്പിലാക്കരുത്. സുരേഷ് ഗോപി ജയിച്ചത് മുഴുവൻ കള്ളവോട്ട് കൊണ്ടാണെന്നൊരു ഭാഗത്ത് പറയുന്നു. രാഹുൽ ഗാന്ധി വന്നു നിന്നിട്ട് വലിയ ഇലക്ഷൻ്റെ കെട്ടുകണക്കിന് ലിസ്റ്റുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു ഇതിനകത്ത് മുഴുവൻ കള്ളവോട്ടാന്ന് പറയണു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എങ്കിൽ ഇത് ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞാലോ? ശുദ്ധീകരിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ തന്നെ നടപ്പാക്കണം. SIR തെറ്റാന്ന് പറയുന്നു. എവിടെയാ ശരി? തെറ്റുണ്ടെങ്കിൽ അത് ശരിയാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനല്ലേ? അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവണം, പറയുന്നതിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരു മുന്നണികൾക്കും പ്രാദേശിക തലത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ചോദിക്കും, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. ഇവിടെ സിന്ദൂർ നടന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ ദേശത്തിന് വേണ്ടിയിട്ടാണോ വിദേശികൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ജനസേവനമാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ ആദ്യം ശ്രമം നടത്തുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനൊന്നും ആരും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ അത് വിജയമായിരുന്നു എങ്കിൽ എണ്ണി ചോദിക്കേണ്ടത് നമ്മുടെ എത്ര പൈലറ്റ് വിമാനങ്ങൾ പോയി എന്നല്ല ചോദിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിനെതിരെ നടന്ന ഒരു ശത്രു മനോഭാവത്തോടു കൂടിയുള്ള സന്ദർഭമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അംഗീകരിക്കേണ്ട സന്ദർഭങ്ങളിൽ അംഗീകരിക്കുക, പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ പ്രതികരിക്കുക. പക്ഷെ രാജ്യത്തിന് ഏകകണ്ഠമായിട്ട്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, മതത്തിന് അതീതമായിട്ട് ഒന്നിച്ച് നിൽക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അതിനെക്കുറിച്ച് ചോദിക്കാൻ പിന്നീട് സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ദേശവിരുദ്ധം എന്ന് പറഞ്ഞാൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ദേശവിരുദ്ധ ശക്തികൾ. അരുൺകുമാർ, ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞതിന് ഒരുപാട് മറുപടി ഉണ്ടാവും അങ്ങേക്ക്. നമുക്ക് ചുരുക്കി പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതോ, നിങ്ങളുടെ മുൻ MLA അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭാവിയായിരുന്ന ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ, എൻവാസു ഉൾപ്പെടെയുള്ള ആളുകൾ ഇതാ ജയിലിൽ കിടക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ജനം നിങ്ങളോട് ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് മറുപടി പറയും? മാത്രമല്ല നമ്പർ 1 എന്ന് പുകൾപ്പെറ്റ് നിങ്ങൾ പോസ്റ്റർ അടിക്കുന്ന കേരളം നമ്പർ 1 അല്ല എന്നാണ് രണ്ടുപേരും പറയുന്നത്. ഞാൻ കൃത്യമായി മറുപടി പറയാം. ഞാൻ ഈ ഗവൺമെൻറ് 10 വർഷം ചെയ്ത കാര്യങ്ങൾ എണ്ണമിട്ട് നിരത്തി ഏതൊക്കെ മേഖലയാണെന്ന്. ഈ നമ്മൾ നിൽക്കുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റിയാണല്ലോ. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് 1 മാസം മുമ്പ് പത്രസമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ പറഞ്ഞത് LDF ഗവൺമെൻറ് വെറും 4,72,000 വീട് ആകെ നിർമ്മിച്ചു കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അതായത് UDF അംഗീകരിച്ചു. UDFൻ്റെ ഒരു 5 കൊല്ലം ഉണ്ടായിരുന്നു 2011 മുതൽ 16 വരെ. വെറും 4,150 വീടാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കൊടുത്തത്. അവിടെയാണ് ഇത് 4,72,000 സമ്മതിച്ചു. നമ്മൾ നിൽക്കുന്ന ഈ തൃക്കാക്കരയിൽ ഒരു വീട്, തൃക്കാക്കര മുനിസിപ്പാലിറ്റി ലൈഫ് പദ്ധതിയിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തെങ്കിൽ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു. ഒരു വീട് നിർമ്മിച്ചോ? ഒറ്റ വീട്. ലൈഫ് ഭവന മിഷൻ പദ്ധതിയിൽ തൃക്കാക്കര നഗരസഭയിൽ പണി കഴിപ്പിച്ചു കൊടുത്ത വീടുകളുടെ എണ്ണം ഞാൻ കൃത്യമായിട്ട് അരുൺകുമാറിന് പറഞ്ഞു കൊടുത്തോളാം. വണ്ടി എടുത്ത് ഇപ്പൊ പോകാം. ഒരു വീട് കാണിച്ചു തന്നാൽ മതി. ഒറ്റ മിനിറ്റ്. തൊട്ടടുത്തല്ലേ കൊച്ചി കോർപ്പറേഷൻ തുരുത്തിയിലെ ചേരിയിൽ കിടക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് വലിയ ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്ത്, തുരുത്തിയിൽ ഫ്ലാറ്റ് ചേരിയിൽ കിടക്കുന്ന പട്ടിണിപ്പാവങ്ങൾക്ക്, ഒരു ചേരിയിൽ കിടക്കാത്തവരാ ഒരാൾ പോലും ഇല്ലാത്ത നാടായി ഈ കോർപ്പറേഷൻ മാറി. പോട്ടെ, അവിടെ 10 രൂപയ്ക്ക് ഊണ് കിട്ടും. സമൃദ്ധി 10 രൂപയ്ക്ക്. ഏത് പട്ടിണിപ്പാവങ്ങൾ കോർപ്പറേഷനിലേക്ക് വന്നാലും പട്ടിണിയില്ലാത്ത കോർപ്പറേഷൻ.
ഇവിടെ 100 രൂപ കൊടുത്ത ഒരു ഊണ് കിട്ടുമോ? കടയിൽ ചിലപ്പോൾ തരുമായിരിക്കും. ഈ മുനിസിപ്പാലിറ്റിയുടെ ഏതെങ്കിലും ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞല്ലോ കുടിവെള്ളം 1987 വന്ന ഒരു കുടിവെള്ള ടാങ്ക ഈ തൊട്ടടുത്തുള്ള ഈ കുറച്ചങ്ങ് പോയാൽ മതി. 87 എത്ര വർഷം മുമ്പാ? 38 വർഷം 39 വർഷമായി. ഇവിടെ ആരൊക്കെയാ ഭരിച്ചെന്നറിയോ? കെ ബാബു ഒരു 10-30 കൊല്ലം, അത് കഴിഞ്ഞ് ബെന്നി ബെഹന്നാൻ, അത് കഴിഞ്ഞ് പി.ടി. തോമസ്, അത് കഴിഞ്ഞ് ഉമാ തോമസ്. ഇത്രയും അന്ന് ഉള്ള ജനസംഖ്യയുടെ ഒരു 10-20 ഇരട്ടിയായി മാറി ഈ തൃക്കാക്കരയിൽ. കാരണം ഇത് കൃത്യമായി സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇൻഫോ പാർക്ക്, ഭരണസിരാ കേന്ദ്രം, ഒരു ടാങ്ക് പുതുതായിട്ട് കൊണ്ടുവരാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തല്ലോ ബ്രഹ്മപുരം മാലിന്യം. ആ മാലിന്യം എവിടെ കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ തള്ളിയത് കോർപ്പറേഷൻ മാത്രമല്ല, വർഷങ്ങളായിട്ട് ഈ മുനിസിപ്പാലിറ്റി ആയിരുന്നു. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പാകത്തിനല്ല പുൽത്തകടി കാണാം. എത്ര വലിയ മാറ്റാ വന്നേ. ഇവിടെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഈ ഭരണസിരാ കേന്ദ്രത്തിൽ തൊട്ട് മുന്നിലാണ്. എന്ത് വികസന പ്രവർത്തനം ഇവിടെ കൊണ്ടുവന്നേ? എന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, സ്കൂളിൽ അത് സംഭവിച്ചു ഇത് സംഭവിച്ചു. 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറി, 11 ലക്ഷം കുട്ടികൾ പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി മാറിയ ഈ 5 വർഷത്തിലുണ്ടായ നേട്ടം നിൽക്കുമ്പോഴാണ് ഇവരേതോ സ്കൂളിൽ പണ്ട് പാമ്പ് കടിച്ചു നടന്നിട്ടുണ്ടാകും. പക്ഷേ എത്ര മാറ്റമാണ് ഈ കേരളത്തിൽ വന്നേ. പക്ഷേ അപ്പോഴും PM-ശ്രീ ഒപ്പിടേണ്ടി വന്നു. PM-ശ്രീ ഒപ്പിട്ട് നമുക്ക് കൃത്യമായി കിട്ടേണ്ട ഫണ്ട് മറ്റു പല അക്കൗണ്ടിലുള്ളത് പിടിച്ചു വെച്ചിട്ടാ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ ആരോഗ്യ മേഖല 30 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനത്തിന് കഴിഞ്ഞ 3 വർഷമായി അവാർഡ് ഡൽഹിയിൽ നിന്ന് കൃത്യമായി വീണ ജോർജിന് കൊടുക്കുന്ന ആ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി വന്നിട്ടാ പറയുന്നത് കേരളം ആരോഗ്യ രംഗത്ത് പിന്നിലാണ്. പോയിരിക്കാൻ പറ്റില്ല. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വാ. അവിടെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായിട്ടുള്ള ഡയാലിസിസ്, ഇത്രയധികം സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഒരു സംസ്ഥാനം ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ മിസ്റ്റർ? വിദേശത്ത് ഞാൻ പറയാം, വിദേശത്ത് ഒരു ചികിത്സയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത ജർമ്മനിയിൽ വരെ 3 മാസം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ളവർ പറയുമ്പോഴാണ് നിമിഷ നേരം കൊണ്ട് ചികിത്സ ഉറപ്പുന്ന സംസ്ഥാനമായിട്ട് ഈ മാറിയത്. ഇവിടെ പറഞ്ഞല്ലോ ഏതു മേഖലയിലാണ് കേരളം പുറകിൽ. ഇവിടെ പെൻഷൻ കുടിശ്ശിക 3 മാസമേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചു. 65 കൊല്ലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി 18 മാസത്തെ UDF-ന്റെ കുടിശ്ശികയും ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം കൊടുത്ത 3 മാസത്തെയും ഓണത്തിന്റെ അഡ്വാൻസും സഹിതം 15,000 രൂപ കൃത്യമായി വയോജനങ്ങളുടെ അടുത്ത് എത്തിച്ചു കൊടുക്കുമ്പോൾ അന്ന് 2,000 രൂപയുടെ നോട്ടുണ്ട്. പല്ലില്ലാത്ത മോണ കാട്ടി സന്തോഷത്തോടെ ചിരിക്കുന്ന ആ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ആ ദൃശ്യം കണ്ടതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് പറഞ്ഞു. ഇത്രയധികം പെൻഷൻ കൃത്യമായി വിതരണം ചെയ്ത, വർദ്ധിപ്പിച്ച് വീട്ടിലെത്തിച്ചു കൊടുത്ത ഗവൺമെന്റ് എവിടെയാണുള്ളത്? എന്താ എവിടെയാ നിങ്ങൾക്കറിയോ? ഈ ഗവൺമെന്റ് വരുമ്പോ 32 ലക്ഷം പേർക്ക് പെൻഷൻ, 32 ലക്ഷം പേർക്ക് പെൻഷൻ. ഇപ്പോഴോ 64 ലക്ഷം പേർക്ക് പെൻഷൻ. നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു 100 പേർക്ക് പെൻഷൻ കൊടുക്കണ്ടോ? 100 പേർക്ക് കണക്ക് വെച്ചാ പറയണേ, കണക്ക് വെച്ച്, അന്തസ്സുള്ള കണക്ക് വെച്ച് പറഞ്ഞു. പിച്ചച്ചട്ടിയായിട്ട് ഇറങ്ങി മറിയച്ചേർത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പെൻഷൻ കൊടുക്കാതെ ഇരുന്നു. ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഷൻ തുക കൂട്ടി, അതും ജനങ്ങളെ പറ്റിക്കും. ജാനുവരി ആകുമ്പോൾ പറയും ഞങ്ങൾക്ക് പണമില്ല, ഞങ്ങളെല്ലാം പട്ടിണിക്കാരാണെന്ന് സർക്കാർ പറയും. അതുകൂടാതെ കേരളം ഭരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ശ്രീ പിണറായി വിജയൻ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് മകൾക്ക് ആഡംബരമായിട്ടുള്ള ഒരു ഫാക്ടറി പണിത് ഓർമ്മയുണ്ടോ? ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മിഠായി ഞാൻ വാങ്ങിച്ചു തരും. ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം മാർക്സിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്ന കാര്യം കേരളത്തിലെ ജനങ്ങളല്ല. ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് മകൾക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ വലിയൊരു കമ്പനി തുടങ്ങാനുള്ള സംഭവം എങ്ങനെയൊന്ന് വിശദീകരിക്കാമോ? ഏത് പെൻഷൻ കാശ് കൊണ്ടാണ് 1,600 പെൻഷൻ കിട്ടുന്ന ഈ കേരളത്തിലെ ആൾക്കാർക്ക് ഈ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ഈ പെൻഷൻ ആയിരിക്കും കിട്ടുന്നത്? ആ ഭാര്യയുടെ പെൻഷൻ കൊണ്ട് അതായത് LDF അധികാരത്തിൽ വരുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ എണ്ണം 32 ലക്ഷം. ഇപ്പോൾ അത് 64 ലക്ഷം ഇരട്ടിയായി മാറി. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപ, 600 ഗുണം 32 ലക്ഷം സമയം 205 കോടി രൂപ മതി അന്ന്. ഇന്ന്
അത് മാത്രമല്ല 64 ലക്ഷം കൂടെ 1600 ആയിരുന്നു. അന്ന് 992 കോടി രൂപ വേണം. ഇന്ന് 64 ലക്ഷം ഇൻറ്റു 2000 സമം 1200 കോടി രൂപ കൃത്യമായി ഞങ്ങൾ വിതരണം ചെയ്യുന്നു. ഒറ്റ കാര്യം, തെരഞ്ഞെടുപ്പിനാണെങ്കിൽ ചേട്ടാ ഈ 15-ാം തീയതി ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസംബറിലെയും ജനുവരിയിലെയും ഇപ്പൊ കൊടുക്കാൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ പോരെ, കൃത്യമായി കൊടുക്കും. ഒറ്റ കാര്യം. രണ്ടാമത്തെ കാര്യം ചേട്ടൻ ഒരു കാര്യം ചെയ്യും. ഈ മൂവാറ്റുപുഴ ഒരു MLA ഉണ്ട്, കേക്ക് മൂവാറ്റുപുഴ ഒരു MLA ഉണ്ട്, മാത്യു കുഴൽനാടൻ. ഈ പറഞ്ഞ കാര്യമായിട്ട് അങ്ങ് ചെന്നു സുപ്രീം കോടതിയിലേക്ക്. എന്താ സുപ്രീം കോടതി പറഞ്ഞേ? ഇനി ഒരു അക്ഷരം ഉരിയാടിയ 10 ലക്ഷം രൂപ നിനക്ക് ഫൈൻ അടയ്ക്കുമെന്നാ പറഞ്ഞേ. 10 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കുന്ന പറഞ്ഞേ. മാത്യു കുഴൽനാടൻ ഫൈൻ ഓടിച്ചു. ഇതൊക്കെ മടക്കി വെച്ചാൽ മതി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അകത്തായ ചരിത്രം ഇതുവരെ കേരളം കണ്ടിട്ടില്ല, ഇന്ത്യയും കണ്ടിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും കേരളത്തിന്റെ മണ്ണില് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അകത്തായത്. ആദ്യമായിട്ടായിരിക്കും കേരളത്തിന്റെ മണ്ണില് രണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാര് ആ ശബരിമലയില് അയ്യനെ കാണാൻ ബാലയിട്ട് വ്രതമനുഷ്ഠിച്ച് അയ്യനെ കാണാൻ പോകുമ്പോ ആ ദ്വാരപാലക ശില്പം ഉൾപ്പെടെ കട്ടുവിറ്റ ഈ കള്ളന്മാർക്കെതിരെയുള്ള മുഖത്തടിയായിരിക്കും, കരണത്തടിയായിരിക്കും. ഇത്ര ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ആ ഒരു വീട് എവിടെയാണെന്നൊന്ന് കാണിച്ചു തരാമോ? ചേട്ടാ അവിടെ ഇരുന്നോ, ഇരുന്നോ. മൈക്കേരാ ചേട്ടൻ ചോദിച്ചോ, ആരോട് ചോദിക്കാനുള്ളത്? ഹലോ, ചോദിച്ചോളൂ. ഈ ചേട്ടൻ പറയണ്ടായി എല്ലാവർക്കും പെൻഷൻ കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, എല്ലാം പറയണ്ടായി. ഇത്രയും കാലമായിട്ട് ഇവിടെ BJP ഭരിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി ഭരിക്കുന്നു. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും സുഹൃത്തെ. നിങ്ങൾക്ക് എത്ര ഇപ്പൊ 2000 രൂപ എന്നുള്ളത് 5000 രൂപയായിട്ട് കൊടുക്കാൻ പറ്റും. അമ്പലത്തിന്റെയും പള്ളിയുടെയും പണം കട്ടോണ്ട് പോയിട്ടാണ് നിങ്ങൾ കൊടുക്കണത്, അല്ലാണ്ട് നിങ്ങളുടെ ആരും വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണേ. അല്ലാതെ ഇത് ജനങ്ങളുടെ അവകാശമാണിത്, അത് നിങ്ങൾ കൊടുക്കുക തന്നെ വേണം. ചേട്ടാ, ചേട്ടനെ കൂട്ട കുറെ ആളുകള് ഈ അമ്പലത്തിന്റെ സ്വത്തൊക്കെ ഗവൺമെന്റ് എടുക്കാന്ന് പറഞ്ഞു നുണ പ്രചരിപ്പിച്ചു. കോടതിയിൽ ജഡ്ജി പറഞ്ഞൊരു വാചകമുണ്ട്. ഹെസിറ്റ് ആൻഡ് പ്ലണ്ടറിംഗ് ഓഫ് ഗോൾഡ്. ജഡ്ജി പറഞ്ഞതാണ്. ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ CPM-ന്റെ ഏരിയ സെക്രട്ടറി, 30-ാമത്തെ വയസ്സിൽ CPM MLA ആക്കി 2017 മുതൽ 2019 വരെ ദേവസ്വം ബോർഡിന്റെ ഹെഡിലിരുന്നയാള് ഇന്ന് എവിടെയാ? രണ്ട് ടൈമില് നിങ്ങളുടെ കുളനടയില് ഓക്സിജനില്ലാതെ കുട്ടികൾ മരിച്ചു വീണ UP അല്ലെ, ആംബുലൻസിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ നമ്പർ 1 ഞങ്ങളെ കുറെ പറ്റിച്ചു. ചൈന റഷ്യൻ പറഞ്ഞ് ഞങ്ങളെ കുറെ പറ്റിച്ചു. ഇങ്ങ ഇറങ്ങി കേരളത്തിലേക്ക് വാ. കൊല്ലത്തേക്ക് വാ. UP ഒക്കെ നമ്മുടെ മുമ്പിൽ അതിദാരിദ്ര്യം മാറ്റിയ UP ഇതേപോലെ നിരന്തരമായിട്ട് പബ്ലിസിറ്റി ഇല്ല. ലക്ഷക്കണക്കിന് 60,000 പേരുടെ അതിദാരിദ്ര്യം മാറ്റി എന്ന് പറഞ്ഞ് നിരവധി പഴയ UP അല്ല UP. പെട്രോളിലേക്ക് ഡീസലിലേക്ക് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഈ സ്വർണ്ണ കൊള്ളക്കാരാണെങ്കിലും വീട് കയറാൻ പറ്റാത്ത അവസ്ഥയാ.
വീട് കയറാൻ പറ്റാമോ? ഒരു കൊള്ളക്കാരനും കള്ളനും കൂടി കേരളത്തിന്റെ തെരുവീതികളിലേക്ക് ചെല്ലുമ്പോ എന്ന് പെരുങ്കള്ളൻ, എന്ന് പെരുങ്കള്ളൻ. ഈ പറയുന്നതാരാ? നരേന്ദ്രമോദി 50 രൂപയ്ക്ക് പെട്രോൾ, 50 രൂപയ്ക്ക് ഡീസൽ. ആരോഗ്യ ഇൻഷുറൻസ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അല്ല, അങ്ങനെ കേൾക്കൂ. അതായത് നമ്മൾ കേരളം നമ്പർ 1 അല്ല എന്ന് അദ്ദേഹം അങ്ങ് പറയുന്നുണ്ടല്ലോ. അരുൺ അതിനെ ഗണ്ണിച്ചു. അപ്പോൾ BJP ഇവിടെ ഭരിച്ചിട്ടില്ല. അല്ല, BJP ആരോഗ്യരംഗം സ്പെസിഫിക് ആയിട്ട് പോവാ. ആരോഗ്യരംഗത്തിൽ ഞാൻ പറയുന്നില്ല. കളവിന്റെ കാര്യത്തിലും പെൺവാണിഭത്തിന്റെ കാര്യത്തിലും ഇവർ രണ്ടും നമ്പർ 1. കേരളം നമ്പർ 1. അല്ല, അപ്പൊ അല്ല, ഈ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പൊ അദ്ദേഹം ചോദിച്ചതുപോലെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്താണ് സംഭവിച്ചത്, മധ്യപ്രദേശിൽ എന്താണ് സംഭവിച്ചത്, UP-യിൽ എന്താണ് സംഭവിച്ചത്, അവിടെ ശിശു ആശുപത്രിയിൽ എത്ര കുട്ടികൾ മരിച്ചു വീണു, കഫ് സിറപ്പ് കഴിച്ച് എത്ര പേര് മരിച്ചു വീണു, ഇത്ര കാര്യങ്ങളെല്ലാം തന്നെ ആളുകൾ ചിന്തിക്കില്ലേ? ഇവിടെ ഒരു കൊറോണ പശ്ചാത്തലം വന്നപ്പോ, ഇവിടെ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോ ഈ തൃക്കാക്കരയിൽ എന്താ സംഭവിച്ചെന്നറിയോ? ഈ തൃക്കാക്കരയിൽ വെള്ളപ്പൊക്കം വന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? ആ പ്രളയ ഫണ്ട് ആരുടെ അക്കൗണ്ടിലേക്കാ പോയെന്നറിയോ? അതിന് ഇവിടെ ഒരാള് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആള് ആത്മഹത്യ ചെയ്തറിയോ? ഈ കയ്യിലിടുന്ന ഗ്ലൗസ് മേടിച്ചതിൽ അഴിമതി കാണിച്ചതറിയോ? എന്തിനാ നമ്മൾ UP-യിലേക്ക് പോണേ? നമ്മൾ തൃക്കാക്കരയുടെ തെരുവീതികളിലെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പണ്ട് ചൈനയിലേക്ക് ഓടണ പോലെ, റഷ്യയിലേക്ക് ഓടണ പോലെ ഇപ്പൊ എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നേ? ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഓടാൻ ഒരു സ്റ്റേറ്റും ഇല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഓടാൻ ഇനി സ്റ്റേറ്റിൽ ആകെ കേരളമുള്ളൂ. ഇവർക്ക് എങ്ങോട്ട് ഓടാൻ പറ്റില്ല. അപ്പൊ അവര് ആൾക്കാർക്ക് അറിയാത്ത UP-യിലേക്ക് നോക്കൂ, ഗുജറാത്തിലേക്ക് നോക്കുമെന്ന് പറയും. ഇവിടത്തെ മന്ത്രിമാര് പറഞ്ഞു ഗുജറാത്ത് ഇവിടെ അനുകരിക്കണമെന്ന്. ഗുജറാത്തിന്റെ വികസനം വേണം. അനുവദിക്കല്ലേ? അയ്യോ, ഗുജറാത്ത് ഉത്തർപ്രദേശ് കൊണ്ടുവരല്ലേ? എന്റെ പൊന്നുപോലെ ആരാ പറഞ്ഞേ ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞത്? നമ്മുടെ ആൾക്കാരല്ലേ, നിങ്ങളുടെ ആൾക്കാരല്ലേ പറഞ്ഞേ ഗുജറാത്ത് മോഡൽ പഠിക്കാൻ ഇവിടുന്ന് പോയത്? ആരാ പോയത്? എല്ലാവർക്കും 50 രൂപയ്ക്ക് ഡീസലും പെട്രോളും കിട്ടണ്ടല്ലോ അല്ലേ? ഈ ചേട്ടൻ പറഞ്ഞതാ 50 രൂപയ്ക്ക് കിട്ടണ്ടല്ലോ അല്ലേ? അതെ, 50 രൂപയ്ക്കല്ലേ പെട്രോൾ? ഏർപ്പെടുത്തി. ആ 2 രൂപ എന്ത് ചെയ്തു നിങ്ങള്? ആ 2 രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആ സെസ് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയെങ്കിലും നിങ്ങൾ കുറയ്ക്കല്ലേ വേണ്ടേ? 2 രൂപ സെസ് ആണോ ഏർപ്പെടുത്തുന്നത്? അതെന്തേ? ആ കാശ് എവിടെ പോയി? അല്ല, അതായത് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്രയും വിലയില്ലല്ലോ, അതാണ് അദ്ദേഹം പറയുന്നത് അല്ലെ? അതായത് 50 രൂപയ്ക്ക് എല്ലാവർക്കും പെട്രോളും ഡീസലും, എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. നരേന്ദ്രമോദി തന്നെ രൂപ ഇവിടെ നടക്കില്ല. ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. ഇന്ന് അതായത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി പറയട്ടെ. ഇദ്ദേഹം എന്താ പറഞ്ഞേ? വീടുകളിൽ CPM-കാർക്ക് പോകാൻ പറ്റുന്നില്ല, LDF-കാർക്ക് പോകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ തവണ ആകെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, നേമം. ഞങ്ങൾ പറഞ്ഞു അത് പൂട്ടിക്കുന്നു പറഞ്ഞു. പൂട്ടി ഞങ്ങൾ താക്കോലിട്ടു. ഒരു മര്യാദ കാണിക്കും, മര്യാദ. നമ്മൾ പരിപാടി നടത്തട്ടെ. അല്ലല്ല, ചേട്ടൻ അവിടെ ഇരുന്നോ? എല്ലാവരും ഇരിക്കല്ലേ? ചേട്ടൻ ഇവിടെ ഇരുന്നു. കസേര ഇരുന്നോ? എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഓക്കെ. ചോദിച്ചോ. എനിക്ക് എന്റെ സുഹൃത്ത് അജയൻ ആദ്യം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോ ശബരിമലയുടെ കാര്യം ഉയർത്തി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയില്ല. ഇവിടെ കത്തി നിൽക്കുന്ന വിഷയമാണ്, കേരളത്തിൽ കത്തി നിൽക്കുന്ന വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പോഴും ഒളിവിലാണ്. ഒരു MLA ജനപ്രതിനിധിയാ. അത് അജയൻ ചൂണ്ടിക്കാണിച്ചില്ല. പിന്നെ അജയൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ രാജ്യത്ത് വിമാന സർവീസ് അറിയാലോ. എന്തുകൊണ്ട് വിമാന സർവീസ് ഇതേപോലെ ആയി? രാജ്യം സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു ഉദാഹരണമാണ് വിമാന സർവീസ് ഇതേപോലെ ആയത്. പണ്ട് ഞാൻ പറയട്ടെ
ആ മൈക്ക് തരാം പറഞ്ഞോ, ചോദിച്ചോ ചേട്ടാ അവിടെ ഇരുന്നോ? ഞാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ട് ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അജയൻ ആദ്യം പറഞ്ഞു പോയില്ല. നമ്മുടെ സുഹൃത്ത് അജയൻ പറഞ്ഞു പോയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു. ആ അതുകൂടാതെ ഞാനിപ്പോ പറഞ്ഞു വിമാന സർവീസ്, ആഭ്യന്തര വിമാന സർവീസ് കുത്തഴിഞ്ഞു പോകുന്നതിന്റെ ഉത്തരവാദിത്തം ഈ BJP ഗവൺമെന്റിനാ. ശരി, BJP അടുത്ത ഘട്ടത്തിൽ വരാം, അതിന് മറുപടി പറയട്ടെ. എയർലൈൻസ്, എയർ ഇന്ത്യ ആഭ്യന്തര സർവീസ്. ശരി, ഓക്കെ, അങ്ങ് മറുപടി പറയൂ. അല്ല വരാം ചേട്ടനിലേക്ക് വരാം. അടുത്ത ആളിലേക്ക് ചോദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാന് നമ്മുടെ കൊല്ലത്തുനിന്നുള്ള ആ സിനിമാ നടന്റെ പേര് പറയാൻ വിട്ടുപോയി എന്നുള്ളത് ശരിയാ. എൽദോസ് കുന്നപ്പള്ളിയുടെ മാത്രമല്ല, കൊല്ലത്തുനിന്നുള്ള സിനിമാ നടൻ കഴിഞ്ഞ ദിവസം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തുന്നത് ഞാൻ കണ്ടു. അതായത് ആ സിനിമാ നടന്റെ പേരെന്താണ്? മുകേഷ് നടത്തിയ പീഡനത്തിന് തീവ്രത കുറവാണ്, രാഹുൽ മാങ്കൂട്ടം നടത്തിയ പീഡനത്തിന് തീവ്ര. എനിക്കറിയില്ല ഏത് യന്ത്രം വെച്ചാൽ ഇവർ ഈ പരിശോധന നടത്തിയെന്ന്. അല്ല, ഇത് അളക്കാനുള്ള യന്ത്രം എന്താ കണ്ടുപിടിച്ചേക്കണേ മഹിളാ അസോസിയേഷൻ? ഈ തീവ്രത എങ്ങനെയാണ് അളക്കുന്നത്? അപ്പൊ ഏത് പീഡനമാണോ തീവ്രത കൂടിയത് അവർ നല്ലവരോ, അതോ തീവ്രത കുറഞ്ഞ പീഡനം നടത്തിയവർ മോശക്കാരോ? രണ്ടും പീഡനത്തിന്റെ വക്താക്കളാ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കണ്ട, പ്രാദേശിക വിഷയങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അത് തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറായി. വിമാന സർവീസ് എന്ന് പറഞ്ഞാല് ഇദ്ദേഹം പറയുന്ന പോലെ പ്രൈവറ്റൈസേഷനെ മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും ഇപ്പൊ എതിരല്ല. ഏറ്റവും കൂടുതൽ പ്രൈവറ്റൈസേഷനും മോദിയാണ് ഇവിടെ പ്രൈവറ്റൈസേഷൻ കൊണ്ടെന്നു പറഞ്ഞാൽ ഇന്ന് ഈ വലിയ നേതാക്കള് അല്ലെങ്കിൽ ജന്മിമാർക്കെതിരെ യുദ്ധം ചെയ്തവരെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഏറ്റവും വലിയ ജന്മിമാരും സ്വകാര്യവൽക്കരണവും കാര്യങ്ങളും നടത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഏതാ ഇല്ലാത്തത്? നിങ്ങൾ എല്ലാ രൂപത്തിലും മാർക്സിസ്റ്റ് പാർട്ടി സ്വകാര്യവൽക്കരണത്തെ അംഗീകരിക്കുക. അംഗീകരിക്കാത്ത കാര്യങ്ങളല്ല. ഈ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങിയ ഗുസ്തി താരങ്ങള് ഈ മെഡൽ ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങളെ പീഡിപ്പിച്ച MBA BJP സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് രാജ്യത്തോട് മാപ്പ് പറഞ്ഞ് ആ മെഡലുകൾ സറണ്ടർ ചെയ്ത കാഴ്ച താങ്കൾ കണ്ടില്ലല്ലോ, താങ്കൾ കാണില്ല. അവിടെ നിൽക്കട്ടെ, ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒറ്റ കാര്യം ഇവിടെ ചൂരൽമല മുണ്ടക്കൈയിൽ 550 പേരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 10-ാം ദിവസം പ്രധാനമന്ത്രി വന്ന് കുട്ടിയെ എടുത്ത് റീല് നിർമ്മിച്ചു. എന്നിട്ട് പറഞ്ഞു വാരിക്കോരി തരാം. ഒന്ന് മിസ്റ്റർ ഞാൻ പറയട്ടെ, ഇത്ര കാര്യം പറയുമ്പോഴേ ചൂരൽമല മുണ്ടക്കൈയിൽ 10-ാം ദിവസം പ്രധാനമന്ത്രി വന്ന് 2024 ഓഗസ്റ്റ് 10-ന് പ്രധാനമന്ത്രി വന്ന് കുട്ടിയെ എടുത്ത് ഉമ്മ വച്ച് റീല് നിർമ്മിച്ചിട്ട് പറഞ്ഞു പണത്തിന്റെ കുറവ് കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്താ തന്നേ? ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഞാൻ പറയട്ടെ 40 കോടി അവിടെ, മഹാരാഷ്ട്രക്ക് 5600 കോടി, ആന്ധ്ര തെലങ്കാനയ്ക്ക് 4000 കോടി, ഈ തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റുണ്ടായി അവിടെ കൊടുത്ത് 3000 കോടി. നയാ പൈസ തന്നില്ലെങ്കിലും കുട്ടികൾ കുടുക്ക പൊട്ടിച്ച് ഉമ്മമാർ ആടിനെ വിറ്റ്, ഉമ്മമാർ പശുവിനെ വിറ്റ് 730 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഈ മാർച്ച് മാസം വീട് നഷ്ടപ്പെട്ട രാഹുലിന്റെ വിഷയത്തിലെല്ലാം മറുപടി പറയാനുണ്ട്. അല്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 530 വീട് ഈ മാർച്ച് മാസത്തിൽ ഞങ്ങൾ സമ്മാനിക്കും. കൂലിപ്പണിയെടുത്ത് പാത്രം കഴുകി കൂലിപ്പണിയെടുത്ത് ഡിവൈഎഫ്ഐ 20 കോടി രൂപ പിരിച്ചു. 20 കോടി 100 വീടാ ഡിവൈഎഫ്ഐ കൊടുക്കണം. 100 വീട്. നേതാവ് പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു 30 വീട് കൊടുക്കും ചൂരൽമലയിലെ പട്ടിണി പാവങ്ങൾക്ക്. കോടികൾ പിരിച്ചു, കോടികൾ. കണ്ടോ? വിഷമം ബിജെപിക്കാ. ശരി, അതിനെല്ലാം ബേസിൽ മറുപടി പറയാനുണ്ട്. വളരെ സങ്കീർണമായിട്ട് തുടരുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകൾ. വെൽക്കം ബാക്ക്. കേരളത്തിൽ പൊതുവിൽ തണുപ്പുള്ള ഈ ഡിസംബർ കാലത്ത് ഇവിടെ തൃക്കാക്കരയിൽ രാഷ്ട്രീയ ചർച്ച വളരെ ചൂട് പിടിച്ച് തുടരുകയാണ്. ബേസിലേക്കാണ് ഞാൻ അടുത്ത റൗണ്ടിൽ ആദ്യം വരുന്നത്. ബേസിൽ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ബേസിലിന് പറയാൻ സാധിച്ചില്ല. ബേസിൽ ഒരു 2 മിനിറ്റ് എടുത്ത് കാര്യങ്ങൾ വിശദമായി പറയൂ. എന്താണ് രാഹുൽ മാങ്കൂട്ടം വിഷയം? നാട്ടുകാർ നിങ്ങളോട് ചോദിക്കില്ലേ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം? ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വീട് എവിടെ പോയി എന്ന ചോദ്യവും നിങ്ങൾ നേരിടേണ്ടി വരില്ലേ? മറുപടി ഉണ്ടോ ഇതില്ല?
ആദ്യം ഞാൻ അതായത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടാക്കി ഞാൻ അതിലേക്ക് വന്നോളാം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടാക്കിയപ്പോ വലിയ കലാപം അല്ലല്ല ഞാൻ അരുൺ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ലോ. അരുൺ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ലോ. ഇനി ഞാൻ അപ്പോ ശബരിമല വിഷയം ഉണ്ടാക്കിയപ്പോ ഞാൻ ശബരിമല പറഞ്ഞു വരുന്ന എങ്ങോട്ടാന്ന് നോക്കാം. എന്നിട്ട് വന്നീന്ന് ഇങ്ങോട്ട് ശബരിമല വിഷയം വന്നപ്പോൾ BJP വലിയ കലാപം ഉണ്ടാക്കി. അതായത് അതിനുശേഷം ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുള്ള കാര്യം വന്നപ്പോൾ ഒരു പ്രതിഷേധം പോലും നടത്താൻ BJPക്കാർക്ക് തയ്യാറായിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഷെയ്മ് ഓൺ യു BJP. സത്യം പറയാ, നിങ്ങൾ അണ്ണനും തമ്പിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. അതിന് സംശയമില്ല. രണ്ടാമത് ഞാൻ പറയാം, രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. CPM-ന്റെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി ഉണ്ട്, ആ പൈസ മുക്കിയ സക്കീർ ഹുസൈൻ. മറക്കരുത് അതിനെ, മറക്കരുത്. സക്കീർ ഹുസൈൻ നിങ്ങളുടെ CPM-ന്റെ ഏരിയ സെക്രട്ടറി അല്ല എന്ന് പറയുന്നില്ലല്ലോ. പൈസ മുക്കിയ തെളിവുണ്ടായിരുന്നില്ലേ? പൈസ മുക്കിയ സക്കീർ ഹുസൈനെ അരുൺ മറക്കരുത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. മുഖ്യമന്ത്രി ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി ഇവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മറുപടി ഉണ്ടെന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന ലൈംഗിക ആരോപണം വന്നു കഴിഞ്ഞ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുന്നു. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നു. അതിനുശേഷം അന്ന് ആരോപണേ വന്നിട്ടുള്ളൂ. അതിജീവിതയുടെ പരാതിയില്ല. അതിനുശേഷം അതിജീവിതയുടെ പരാതി വരുന്നു. ആ അതിജീവിതയുടെ പരാതി വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. ഇന്നലെ നമ്മൾ കണ്ടു KPCC പ്രസിഡന്റ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി. ഞാൻ പറഞ്ഞു തീരട്ടെ 2024 ഇവരുടെ MLA ആയിരുന്ന മുകേഷിനെതിരെ ഇതുപോലെ ആരോപണം വന്നു. പാർട്ടി എന്ത് ചെയ്തു? അതിനുശേഷം ഈ മുകേഷ് പാർലമെന്റിൽ മത്സരിച്ചങ്ങ് അസലായിട്ട് അങ്ങ് തോറ്റു. അന്ന് ഇവരെന്തി പറയാണ്ടിരുന്നേ? തീവ്രത അളക്കുന്ന മെഷീനുള്ള AKG അല്ല. ഇത് കേരളത്തിലെ KPCC പ്രസിഡന്റ് ഉറച്ച നിലപാടെടുത്തു. ആ നിലപാടിന് ഞങ്ങൾക്കുള്ളത് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ കേസ് എടുക്കുന്ന വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ 1% പോലും പ്രൊട്ടക്ട് ചെയ്യാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്നല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നല്ല, ഒരു പ്രസ്ഥാനവും ഞങ്ങളുടെ പോഷക സംഘടനകൾ ആരും ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് ഒരു ജഡ്ജ്മെന്റിൽ സെഷൻസ് കോടതിയിലെ 20 പേജിലുള്ള ജഡ്ജ്മെന്റിന്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ 18ാമത്തെ പേജിൽ ഒരു വാചകമുണ്ട്. ആ 18ാമത്തെ പേജിൽ പറയുന്നത് ദ പ്രസിഡന്റ് ഈസ് ദ ഡിഫാക്ടോ കംപ്ലൈന്റ്. അതായത് KPCC പ്രസിഡന്റ് ആണ് ഡിഫാക്ടോ കംപ്ലൈന്റ്. അത്രയും നല്ല തീരുമാനമെടുത്ത ഈ പ്രസ്ഥാനത്തെയാണോ ഇങ്ങനെ പറയുന്നത്? ഇന്ന് മുകേഷ് ആരാരുണേ? ഇന്ന് മുകേഷ് നിങ്ങളുടെ MLA അല്ലേ? ഇന്ന് മുകേഷിനെ തള്ളിപ്പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? PK ശശിയുടെ കാര്യം നമ്മൾ കണ്ടു, P ശശിയുടെ കാര്യം നമ്മൾ കണ്ടു. ഇതിനൊക്കെ എന്ത് നിലപാടാ CPM എടുത്തേ? അപ്പൊ അതുകൊണ്ട് ആ വർത്താനവും നിങ്ങൾ പറയണ്ട. ഇന്നും അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വയനാട്ടിലെ വീടിന്റെ കൂടെ മറുപടി പറഞ്ഞു. വയനാട്ടിലെ വീടിന്റെ കാര്യം ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യം പറഞ്ഞു. ഇന്ന് അരുൺ പറഞ്ഞു പണിത് കൊടുക്കുമെന്ന്. അരുൺ പറഞ്ഞു ആ പണിത് കൊടുക്കുമെന്ന് പറഞ്ഞ അരുണെ, ഞാൻ എൻ്റെ നാട്ടിൽ ഞാനൊരു സ്കൂളിന്റെ മാനേജരായിട്ടിരുന്ന ആളാ. ഞാൻ പിറ്റേ ദിവസം പ്രളയമുണ്ടായ ഈ പറയുന്ന ദുരന്തമുണ്ടായ മുണ്ടക്കൈ ശൂരമറയുണ്ടായതിന്റെ പിറ്റേ ദിവസം 40,000 രൂപയ്ക്ക് അടുത്ത് പൈസ അവിടുത്തെ സ്ഥലം MLA ആയ CPM-ന്റെ ആന്റണി ജോണിന് സമ്മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത. ഇന്നും ആ പൈസ അക്കൗണ്ടിൽ കിടക്കുക. അവിടെ കുറെ ആളുകളെ വാടകയ്ക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ വാടക കാശ് പോലും കൊടുക്കാത്ത അരുണ ഈ ഇരുന്ന് വീരവാദം മുടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് ചെയ്യുക തന്നെയും. പക്ഷെ പറഞ്ഞ കാര്യം ചെയ്യാത്ത അരുണെ, നിങ്ങൾക്ക് സംവിധാനമുണ്ട്, നിങ്ങൾക്ക് ഭരണമുണ്ട്, നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? 140 നിയോജക മണ്ഡലം കമ്മിറ്റി ഉണ്ട് കോൺഗ്രസിന്, യൂത്ത് കോൺഗ്രസിന്. 7 ലക്ഷം വെച്ച് ഞങ്ങൾ പിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി നിരവധി ആളുകൾ. കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് 1 സെന്റ് സ്ഥലം യൂത്ത് കോൺഗ്രസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കല്ല് യൂത്ത് കോൺഗ്രസ് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം നിർത്തി ഇവർ പറയുന്ന പണി ചെയ്യാം. ഒരു കല്ല് യൂത്ത് കോൺഗ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ 1000 വീട് പറഞ്ഞു KPCC. ഇവിടെ കർണാടകത്തിലെ കോൺഗ്രസ് പറഞ്ഞു 100 വീട്. രാഹുൽ ഗാന്ധിയുടെ 100 വീട് പറഞ്ഞു. ഒരു വീട് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണ പണി ഞങ്ങൾ ചെയ്യാം. ഇങ്ങനെ ജനങ്ങളെ വഞ്ചിച്ച് ചതിച്ച് ആ പട്ടിണി പാവങ്ങളെല്ലാം നഷ്ടപ്പെട്ട ചൂരൽമല മുണ്ടക്കൈയിലെ സാധാരണക്കാരെ ചതിച്ചിട്ട് ഈ പ്രസംഗിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, KPCCയുടെ മുൻ പ്രസിഡന്റ് ഉണ്ട് K സുധാകരൻ 4 ദിവസം മുമ്പ് പറഞ്ഞു എല്ലാ പരാതിയും ഞങ്ങൾ പരിശോധിച്ചു. ഇത്രയും നല്ല തങ്കക്കട്ടി മനുഷ്യൻ രാഹുൽ മാങ്കൂട്ടനെ കുറിച്ചുള്ള ചക്കര എങ്ങുമില്ല, ഒരു പരാതിയില്ല. അവനെ രാഷ്ട്രീയത്തിൽ നിലനിർത്തണമെന്ന് പറഞ്ഞത് 4 ദിവസം മുമ്പാ. ചെന്നിത്തല പറഞ്ഞു ധാരാളം പരാതി കിട്ടിയെന്ന് പറഞ്ഞു. ധാരാളം പരാതി എവിടെ കൊണ്ടുപോയാ നിങ്ങൾ പൂത്തിവെച്ച്? BD സതീശൻ പറഞ്ഞില്ലേ, പിതാവിനെ പോട്ട് കാണുന്ന PD സതീശന് ഞാൻ പരാതി കൊടുത്തു എന്ന് ഒരു യുവനടി പറഞ്ഞു 3 കൊല്ലം മുമ്പാ. പൂത്തിവെച്ചില്ലേ? ഇതൊക്കെ ചെയ്ത ആളുകളാ ഇങ്ങോട്ട് പറയണേ. മുകേഷ്, ഞാൻ പറയട്ടെ, താങ്കൾ കേൾക്കൂ. മുകേഷ്
അദ്ദേഹം 10 വർഷം മുമ്പ് വന്ന ഒരു പരാതി സെഷൻസ് കോടതിയെ കേസ് പരിഗണിച്ച ദിവസം തന്നെ ജാമ്യത്തിലങ്ങ് വിട്ടു. അദ്ദേഹം ഒരു CPI അംഗമല്ല. ഇവിടെ കുന്നപ്പള്ളി ഉണ്ട്. കുന്നപ്പള്ളി ഇപ്പോഴും MLA അല്ലേ? വിൻസെന്റ് ഉണ്ട് തിരുവനന്തപുരത്ത്. മുകേഷ് പാർലമെന്റ് സീറ്റും കൊടുത്തിട്ടില്ല. അദ്ദേഹം CPM അംഗമല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി. കുന്നപ്പള്ളി ജയിച്ചത് കൈപ്പത്തില്ല. കുന്നപ്പള്ളി ജയിച്ചത് മുകേഷിനൊന്നും പറയേണ്ട ആവശ്യമില്ല. CPM-ന്റെ കൃത്യമായ പിന്തുണ മുകേഷിൽ നിന്ന് കൈതി കൊണ്ട് അരിയാകാനും കഴിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. വിൻസെന്റ് ജയിച്ചതും കൈപ്പത്തിയില്ല. കുന്നപ്പള്ളി ജയിച്ചതും കൈപ്പത്തിയില്ല. ഇവരെല്ലാം കൈപ്പത്തിയിൽ MLA ആയിട്ട് തുടരാം. ഇവിടെ വന്ന് ഇതല്ലല്ലോ ഇവിടുത്തെ മാനദണ്ഡം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ഓരോ വികസന പ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഉയർന്നു വന്ന ഓരോ രാഷ്ട്രീയ വിഷയത്തിന്റെ പറഞ്ഞു. ഓടെ വെടിവെക്കല്ലാതെ ഈ കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോൾ BJPക്ക് പൊള്ളും, BJPയുടെ കാര്യം പറയുമ്പോൾ കോൺഗ്രസിന് പൊള്ളും. ഇവർ പൊള്ളിക്കോട്ടെ. ഞങ്ങൾ വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് ജനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റ വീട്, ഈ തൃക്കാക്കരയിൽ ഒരു വീട്. ഒരു കാര്യം ഞാൻ പറയാം. ഈ പറയുന്ന ഈ ഇടയ്ക്ക് ഒരു കമ്പനി പൊങ്ങി വന്നു. പെട്രോളിൽ എഥനോൾ ചേർക്കണമെന്ന് പറഞ്ഞു. പെട്രോൾ പുറത്തിറക്കി. ആ പെട്രോളിൽ എഥനോൾ ചേർക്കണമെന്ന് പറഞ്ഞ് പെട്രോൾ പുറത്തിറക്കി. ആ എഥനോൾ ചേർത്ത കമ്പനി ഈ പറയുന്ന നിതിൻ ഗഡ്കരിയുടെ മകന്റെ പേരുള്ള കമ്പനിയാണ്. ആ നിതിൻ ഗഡ്കരിയുടെ മകന്റെ പേരുള്ള കമ്പനിയാണ്. ആരോട് ചോദിക്കാനുള്ളത്? ചോദ്യം UDF-ന്റെ പ്രതിനിധിയോടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് തൃക്കാക്കര നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്. അതോടൊപ്പം തന്നെ MLA UDF, വർഷങ്ങളായിട്ട് MLA UDF, MP UDF. ഞങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസത്തിൽ കൂടുതൽ കുടിവെള്ളം തരാൻ പറ്റിയിട്ടില്ല. ഈ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഒരു നല്ല ബസ് സ്റ്റാൻഡോ ഒരു KSRTC സ്റ്റേഷനോ തരാൻ പറ്റിയിട്ടില്ല. ഇവിടെ മാലിന്യം നീക്കം ചെയ്ത് ഞങ്ങൾക്ക് മൂക്ക് പൊക്കാതെ നടക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ മാർക്കറ്റ് തുറന്നു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവസാനം ഞങ്ങൾ കേട്ടു കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള നഗരസഭ, അതായത് 150 കോടി വർഷം വരുമാനമുള്ള നഗരസഭയാണ് തൃക്കാക്കര. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 5 വർഷം ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന 500-600 കോടി എവിടെ? നിങ്ങളിൽ പലർക്കും കാരണം ഇവരുടെ നേതാവിന്റെ ശവമടക്കിന് പൂക്കൾ വാങ്ങാൻ വരെ അഴിമതി കാണിച്ചവരാണ് ഇവർ. ഇവരുടെ ഭരണം ഇരിക്കുമ്പോൾ കൗൺസിലർമാർക്ക് പണക്കിഴി കാണിക്കാൻ അഴിമതി നൽകിയ. നിങ്ങൾ എന്ത് ചെയ്തു? ഈ പൈസ എല്ലാം എവിടെ പോയി അവർ ചോദിക്കുന്നത്. തൃക്കാക്കര നഗരസഭയിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് അംഗൻവാടികൾ കേരളത്തില് ഏറ്റവും നല്ല സ്മാർട്ട് അംഗൻവാടികൾ തൃക്കാക്കരയിലുണ്ട്. അതുപോലെ തന്നെ തൃക്കാക്കര നഗരത്തില് നിങ്ങൾ ഇവിടെ വന്ന് ഈ പറയുന്ന പോലെ അരുണ്ട ക്യാപ്സൂൾ വാങ്ങി വർത്താൻ വേണ്ടി കാര്യമില്ലേട്ടാ. ഈ ഞാനൊരു കാര്യം പറയട്ടെ. ഈ 9 വർഷം മുമ്പ് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ 1957 മുതൽ 2015 വരെ കേരളത്തിന്റെ കടം 1.6 ലക്ഷം കോടി രൂപ. ഇന്ന് കേരളത്തിന്റെ കടം 4.7 ലക്ഷം കോടി രൂപ. എന്ത്? അതൊരു ഡിഫറൻസ് അല്ലേ? സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുണ്ടോ? നിങ്ങളുടെ അനുവാദത്തോടെ 1 മിനിറ്റ്. ഈ രാജ്യത്ത് ഏറ്റവും കടമുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പുറത്തുവിട്ടു 1 മാസം മുമ്പ്. ഏറ്റവും കടമുള്ള 15 സംസ്ഥാനങ്ങളിൽ ഈ കേരളം ഇല്ല. എന്നിട്ടാണ് ഈ ക്യാപ്സൂൾ പറയുന്ന വാട്സ്ആപ്പ് ക്യാപ്സൂൾ. 15 സംസ്ഥാനത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഈ പറയുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ 1.6 ലക്ഷം കോടി രൂപയാണ് കടം. ഈ പിണറായി വിജയൻ 9 കൊല്ലം കൊണ്ട് കേരളത്തിന്റെ കടം, അതായത് പൊതുഖജനാവിലെ കേരളത്തിന്റെ കടം 4 ലക്ഷം കോടി രൂപ കഴിഞ്ഞു. കുറച്ചു നേരമായിട്ട് ഇവർ രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുക. ഈ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ കേരളവും ഈ മുനിസിപ്പാലിറ്റികളും ഒക്കെ ഭരണം നടത്തിയത് ഇവർ രണ്ടുപേരുമാണ്. ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പീഡനത്തിൻ്റെ തർക്കവും അഴിമതിയുടെ തർക്കവും പറഞ്ഞപ്പോൾ എനിക്ക് കുറേ റെസ്റ്റ് കിട്ടി. BJPയുടെ നേർക്ക് ഇതൊന്നും പറയാൻ ഇവർക്കില്ല. അഴിമതിയുടെ കാര്യം നരേന്ദ്രമോദിക്കെതിരെ പറയാനില്ല. ഈ പീഡനത്തിന്റെ കാര്യം നരേന്ദ്രമോദിക്കെതിരെയോ ഭരണത്തിനെതിരെയോ പറയാനില്ല. ഈ തൃക്കാക്കരയുടെ കാര്യം എടുക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് 2010 പറഞ്ഞിരുന്നു. ബ്രിജ്ഭൂഷന്റെ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ചോദിച്ചിട്ട് പറയാൻ വരട്ടെ. പ്രധാനപ്പെട്ട സത്യസന്ധമായിട്ടുള്ള ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തർക്കിച്ചപ്പോൾ എന്നോടും ചോദിക്കും.
നിങ്ങൾ ചോദിക്കാതെ ഞാൻ വായിക്കോയിട്ട് കുത്തിയപ്പോൾ ചോദിക്കാൻ നിൽക്കല്ലേ, പറയണേ ഞാൻ കേക്ക്. 2010 തൃക്കാക്കര നഗരസഭ മുനിസിപ്പാലിറ്റി എന്നുള്ള രൂപത്തിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാറണേ. 15 വർഷം. ഇവർ ഈ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കുന്ന ഭരണഘടന പറയുന്നത് 5 വർഷം ഒരു ഭരണസമിതി. അങ്ങനെയാണെങ്കിൽ 3 ചെയർമാൻ മതി. നമ്മുടെ ഈ തൃക്കാക്കരയിൽ 15 ചെയർമാനാണ് 15 വർഷം. ആലോചിച്ച് നോക്കുക, ആർക്കാ ഭരിക്കാൻ സമയം? 15 ചെയർമാൻ. കാലുവാരലും കോലുവാരലും ആകെ അഴിമതിയായിട്ട് കിട്ടിയ പണം കിഴികെട്ടി ഈ തൃക്കാക്കരയിൽ ഒന്ന് ആലോചിച്ച് നോക്കും. കൊടുത്തതിൻ്റെ ഖനം കുറഞ്ഞു പോയപ്പോഴാണ് തർക്കോടയെ. എനിക്ക് അവന് കിട്ടിയ പോലെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് കവർ വലുതാ അവന് കൊടുത്ത്, എനിക്ക് കുറച്ചതാ, ഞാൻ ഘടകകക്ഷിയാണെങ്കിൽ ആളില്ലേ എന്നൊക്കെ ചോദിച്ച് ഈ ചോദ്യം വന്നത് കിഴിയുടെ ഖനം കുറഞ്ഞപ്പോഴാണ്. ഇപ്പം എന്താ കുടിവെള്ളത്തിന് പദ്ധതിയില്ല, ഇവർ രണ്ടുപേരും ഉത്തരവാദിയാ. ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് കളമശ്ശേരിയിൽ വലിയ ടാങ്ക് വരുന്നുണ്ട്. കുടിവെള്ളം ഇനി കിട്ടിക്കൊണ്ടിരിക്കും. പണ്ടത്തെ പോലെ ഉമ്മാക്കി കാണിച്ച് പേടിക്കാൻ പറ്റില്ല. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയൊക്കെ ഭയപ്പെടുത്തി വർഗീയവാദി എന്ന് പറഞ്ഞ് BJPയെ മുദ്ര കുത്തിയ കാലം മാറിപ്പോയി. ഇന്ന് എല്ലാവരും മതവും ജാതിയും ഒന്നും നോക്കാതെ നരേന്ദ്രമോദി ഈ നാടിൻ്റെ വികസനത്തിന് കൊടുക്കുന്ന ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങൾക്കറിയാം, ജൽജീവൻ മിഷൻ ഉണ്ട്, കിസാൻ സമ്മാൻ പദ്ധതിയുണ്ട്. 5 ലക്ഷം രൂപ പാവപ്പെട്ട 70 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട എന്നല്ല, എല്ലാ ജനങ്ങൾക്കും 70 വയസ്സ് കഴിഞ്ഞ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. ഒരു MOU സൈൻ ചെയ്താൽ മതി. ഇവര് ഒരു MOU എന്തിയാ സൈൻ ചെയ്യാത്ത? ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ കുടുംബം വിറ്റ് പോവുക. അത്തരത്തിലുള്ള ബില്ല തന്നെ ഒരു MOU സൈൻ ചെയ്ത് 5 ലക്ഷം രൂപ കിട്ടും ആരോഗ്യ ഇൻഷുറൻസിന്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ചെയ്യാത്തതെന്ന് ചോദിക്കും. നിങ്ങൾ ചോദിക്കൂ. ഇവിടെ രാഷ്ട്രീയത്തില് വികസനം വരുമ്പോൾ രാഷ്ട്രീയം കാണരുത്. മറ്റ് സംസ്ഥാനങ്ങൾ മുഴുവൻ വികസനം വരുമ്പോൾ രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ സംസ്ഥാനത്തിന്റെ ഡെവലപ്മെന്റ് നോക്കും. നമ്മള് വികസനം വരുമ്പോൾ രാഷ്ട്രീയത്തിന്റെ അന്ധത കൊണ്ട് അതില്ലാതാക്കും. പറഞ്ഞോളൂ. ഇവിടെ വലിയ പ്രളയം വന്നു 2018. ആ പ്രളയത്തിന്റെ കാലത്തെ വെള്ളത്തിൽ കുടുങ്ങിപ്പോയ ഗർഭിണികളെ ഹെലികോപ്റ്റർ വന്ന് രക്ഷിച്ചു. നമ്മളൊക്കെ അഭിമാനത്തോടെ കണ്ടു. ഹെലികോപ്റ്റർ വന്ന് രക്ഷിച്ചു. നമ്മൾ അഭിമാനത്തോടെ ആ ചിത്രമൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. വന്നല്ലോ, നമുക്കൊരു ദുരന്തം ഉണ്ടായപ്പോ പട്ടാളം 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ബില്ല് വന്നു. എത്രയാണെന്നറിയോ? 230 കോടി രൂപ കേന്ദ്രത്തിന് അടക്കണം കേരളം. ഏതാ ഇവിടെ ദുരന്തത്തിൽ ഹെലികോപ്റ്റർ വന്ന് രക്ഷിച്ചതിന്? എല്ലാ സംസ്ഥാനത്തും അത് കേന്ദ്രത്തിന്റെ ഞാൻ ചോദിക്കട്ടെ, KSRTC ബസ്സിൽ പാവപ്പെട്ടവരെ സൗജന്യമായിട്ട് യാത്ര ഉണ്ടാവുമോ? വയ്യാത്ത ആൾക്കാരെ KSRTC ബസ്സിൽ ഇവിടെ BJPയുടെ ചേട്ടനിപ്പം സംസാരിച്ചപ്പോൾ പറഞ്ഞു BJPക്കെതിരെ അഴിമതി ആരോപണം ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ അഴിമതി ആരോപണം എന്ന് പറയും. ഈ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് 1000 ഏക്കർ ഭൂമി ഏക്കർ ഒന്നിന് 1 രൂപ വെച്ചിട്ട് അദാനിക്ക് എഴുതി കൊടുത്തത്. 2014 BJP അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ രാജ്യത്ത് പെട്രോളിന്റെ വില 55 രൂപ. 947 സ്വാതന്ത്ര്യം കിട്ടി 2014 വരെ 55 രൂപ. 14 തൊട്ട് 2025 വരെ 11 കൊല്ലം കൊണ്ട് 105 രൂപ. അപ്പൊ 11 കൊല്ലം കൊണ്ട് ഇവരാണ് പറയട്ടെ ചേട്ടായി പറയട്ടെ, അരിയുടെ വില കൂടുന്നത് ഈ രാജ്യത്തെ ഭക്ഷ്യധാന്യങ്ങൾ നിങ്ങളുടെ ഭക്ഷ്യധാന്യങ്ങൾ രാജ്യത്ത് FCA കിടക്കുന്ന ഗോഡൌണിൽ കിടക്കുന്ന 54% വരുന്ന സാധനം നിങ്ങൾ എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടി ഗഡ്കരിയുടെ കമ്പനിയിലേക്ക് പോകാൻ പറ്റില്ല. എത്തനോൾ ഉണ്ടാക്കുന്ന കമ്പനി 2 കൊല്ലം മുമ്പ് ഒരാൾ ഒരു കമ്പനി തുടങ്ങുന്നു. ഇന്ന് എത്രയോ ഇരട്ടിയ ഷെയറിന്റെ വില. ഈ ഗഡ്കരിയുടെ മകനാ ആ എത്തനോളിന്റെ കമ്പനിയുടെ ഓണർ. ഇന്ന് എത്തനോൾ ചേർക്കാതെ പെട്രോൾ ഇറക്കാൻ പറ്റില്ല. ഡോളറിന്റെ വില എവിടെയാ? ഈ നിരവധി ആരോപണങ്ങൾ പറയും. കൽക്കരി കുംഭമാണ് നടത്തിയവര്. ആകാശത്ത് പാതാളത്തിലും ഭൂമിയിലും പാതാളത്തിലും കൊള്ളയെടുത്തവരാ ഈ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി നേരത്തെ സൂചിപ്പിച്ചേ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളൊക്കെ സൂചിപ്പിച്ചാണ്. അപ്പം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് ഈ പ്രധാനമന്ത്രിയുടെ 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി കൊടുക്കുന്നുണ്ട്.
നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കേരളത്തിലും ബംഗാളിലും മാത്രം ഇത് നടപ്പിലാക്കിയിട്ടില്ല. ബാക്കി എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കി. അതുകൂടാതെ ഒരു കാര്യം കൂടി പറയാം. ഈ 2000 പറഞ്ഞതുപോലെ 2010 തുടങ്ങി ഇവർ രണ്ടുപേരുമാണ് തൃക്കാക്കരയിൽ മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, LDF UDF. ഇപ്പം ഞാൻ നേരത്തെ ഇവർ തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ LDFിൻ്റെ പ്രതിനിധി തന്നെ സൂചിപ്പിച്ചു, അവിടെ മാലിന്യം കുഴിച്ചു മൂടുന്നത് നഗരസഭയുടെ പുറത്താണ്. ഇവരും ഈ 15 വർഷത്തിൽ ഇവരും ഒരു പങ്കാളിയായിരുന്നല്ലോ. ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിൽ ഇവരും ഒരു പങ്കാളിയായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അതിലൊന്നും ഇടപെടാത്തതെന്നാണ് ഇവിടെ ഈ കുറെ ചോദ്യം ചോദിച്ചപ്പോ ഈ രാജീവ് ചന്ദ്രശേഖരൻ കർണാടകത്തിലെ കുറെ സർക്കാർ ഭൂമി വിറ്റ കാര്യം നിങ്ങൾ ചോദിക്കാൻ വിട്ടുപോയതായിരിക്കും. പക്ഷെ അതിന്റെ ഉത്തരവോടെ ചേട്ടൻ പറയണം, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കർണാടകയിലെ BJP MP ഉണ്ടല്ലോ, ഈ പറയുന്ന നിയമസഭയ്ക്കകത്തിരുന്ന ബ്ലൂ ഫിലിം കണ്ടതാ. കർണാടകയില് BJPയുടെ MLA ഈ പറയുന്ന നിയമസഭയ്ക്ക് ബ്ലൂ ഫിലിം കണ്ടോ? ശരി, 20 സെക്കൻഡ് ഉള്ളൂ. കേന്ദ്ര പദ്ധതികൾ ഏറ്റവും കൃത്യമായി നടപ്പാക്കുന്നതിൽ ഒരു മടിയും LDF സർക്കാരിനില്ല. തുച്ഛമായ ഒരു വീട് വയ്ക്കുമ്പോ തുച്ഛമായ തുക തന്നിട്ട് ഈ വീടിന്റെ ഐശ്വര്യം നരേന്ദ്രമോദി എന്ന് എഴുതി വെക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഈ സാധാരണക്കാരുടെ ഒരു പട്ടിണി, അവരുടേതായിട്ടുള്ള ഒരു കുടുംബസ്ഥിതിയെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. ഏത് പദ്ധതിയും അന്തസ്സായിട്ട് നടപ്പാക്കും. 20 സെക്കൻഡ് മറുപടി പറയണം. 20 സെക്കൻഡ്. അല്ല, ഈ നരേന്ദ്രമോദി കൊടുക്കുന്ന വികസന പദ്ധതികൾ തൃക്കാക്കരയില് പല വീടുകളിലും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ജനങ്ങളോട് ഇനി നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം, ജെറൂസലേമിലേക്ക് പോകണം, ജനങ്ങൾ വിശ്വസിക്കില്ല. മതവും രാഷ്ട്രീയവും നോക്കാതെ ജനങ്ങൾ അനുഭവിക്കുകയാണെന്ന്. കുടിവെള്ള പദ്ധതി, അതേപോലെ കൃഷി സമ്മാൻ നിധി, ആരോഗ്യ ഇൻഷുറൻസ്, മാതൃവന്ദന യോജന, നിരവധി പദ്ധതി, 150 പദ്ധതി എന്ന് പറയാനുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു കാര്യം ഞാൻ പറയാം. ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ കറുത്ത മാസ്ക് ഇട്ടാൽ, കറുത്ത പാന്റ് ഇട്ടാൽ, കറുത്ത ഷർട്ട് ഇട്ടാൽ, കറുത്തത് എന്തും ഇട്ടാൽ, മൂന്നാമതും ഭരിക്കും, നാലാമതും ഭരിക്കും. നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷം വളരെ ചടുലമായി തന്നെ തുടരുകയാണ്. തൃക്കാക്കരയുടെ രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയവും പൊളിറ്റിക്കൽ മാസിയോടെ പൂർണ്ണമാകുന്നു.